ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. എങ്കിലും ജാഗ്രത കൈവിടാതെ ജില്ലാ ഭരണകൂടം. മലയോര മേഖലയിലും ജലാശയങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലൂടെയുള്ള അയ്യപ്പ തീർത്ഥാടകരുടെ വിവിധ പാതകളിലൂടെയുള്ള യാത്രകൾക്കും നിയന്ത്രണം. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തുടങ്ങിയ മഴ രാത്രിയോടുകൂടി ശക്തിപ്പെട്ടു. 12:30 വരെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചു. എന്നാൽ പുലർച്ചയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായി. ഇതിനിടയിൽ രാത്രി 11:30 ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു. ഇതിനോടൊപ്പം മലയോര മേഖലയിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായി മഴ തുടരുന്നതിനാൽ കുമളിയിൽ നിന്ന് മുക്കുഴി, സത്രം വഴി ശബരിമലയിലേക്ക് കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ യാത്ര നിരോധിച്ച് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെയാണ് നിരോധനം. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് താൽക്കാലിക നിരോധനം. തുടർ നടപടി സ്വീകരിക്കുവാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതേസമയം സംസ്ഥാനത്ത് ഇന്നും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്നതിനാൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയവും പോലുള്ള സാഹചര്യമുണ്ടാകാനും സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാം. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.